ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സുഭാഷിൻ്റെ വിവാഹ നിശ്ചയം വന്നെത്തിയിരിക്കുകയാണ്. കവിതയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും മാമനും എല്ലാവരുമായിട്ട് വീട്ടിൽ വന്ന് വിവാഹ നിശ്ചയത്തിനുള്ള ഡേറ്റ് എല്ലാം എടുത്ത് അവർ തിരികെ പോയിരിക്കുകയാണ്. ആ സമയത്ത് സുഭാഷിനോട് വീട് മാറ്റത്തിൻ്റെ കാര്യം നിധിയും മറ്റുള്ളവരും പറഞ്ഞിട്ടില്ല. വിവാഹ നിശ്ചയത്തിൽ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. ആ സമയത്ത് കവിതയ്ക്ക് സുഭാഷിനെ കാണണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ആ സമയത്ത് കവിത പറയുന്നു, വിവാഹത്തിന് ശേഷം മാറി താമസിക്കാമെന്ന് സുഭാഷ് ചേട്ടൻ സമ്മതിച്ചല്ലോ, അതുകൊണ്ടാണ് അച്ഛനും അമ്മയും ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് പറയും. വീട് മാറി താമസിക്കാനും അതെ, വീട്ടിലുള്ളവരെല്ലാവരും അതിന് സമ്മതിച്ചായിരുന്നല്ലോ, സുഭാഷ് ചേട്ടൻ്റെ അഭിപ്രായം അതാണെന്ന് പറഞ്ഞ്. എൻ്റെ അഭിപ്രായം എനിക്കങ്ങനെ തീരുമാനമില്ല, എനിക്കെൻ്റെ അനിയന്മാരെയും അച്ഛനെയും ഒന്നും വിട്ട് വീട് മാറി താമസിക്കാൻ കഴിയത്തില്ല, അങ്ങനെ ഒരു കണ്ടീഷൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുമില്ലെന്ന് പറയും. വീട്ടുകാരങ്ങനെ പറഞ്ഞു, അത് അവരുടെ മാത്രം തീരുമാനമായിരിക്കും, ഞാൻ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിബന്ധന വെച്ചാണ് ഈ കല്യാണം നടത്തുന്നതെങ്കിൽ എനിക്കതിന് താല്പര്യമില്ലെന്ന് തന്നെ പറയും. സുഭാഷ് വീട്ടിലോട്ട് തിരിച്ച് വരികയാണ്. വീട്ടിൽ വരുന്ന സുഭാഷ് നിധിയോടും അനിയന്മാരോടും ചോദിക്കുന്നുണ്ട്, ഞാൻ കവിതയെ വിവാഹം കഴിക്കുന്നതിന് ശേഷം വീട് മാറി താമസിക്കാമെന്ന് നിങ്ങൾ അവർക്ക് വാക്ക് കൊടുത്തു എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്ന ഹരീഷിനും സുധീഷിനും ഒന്നും പറയാൻ പറ്റത്തില്ല. അത് സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി അവർ വെച്ചൊരു നിബന്ധന. അത് ഇനിയെങ്കിലും സുഭാഷ് ചേട്ടന് വേണ്ടി ജീവിക്കണം. ഞങ്ങൾക്ക് വേണ്ടിയാണ് സുഭാഷ് ചേട്ടൻ ഇത്രയും നാളും ജീവിച്ചത്. എല്ലാവർക്കും കുടുംബമായി കഴിഞ്ഞാൽ സുഭാഷ് ചേട്ടൻ മാത്രം ഒറ്റപ്പെടും. ഞങ്ങളുടെ കാര്യം സുഭാഷ് ചേട്ടൻ നോക്കണ്ട. സുഭാഷ് ചേട്ടനൊരു കുടുംബം ആവണം. വീട് മാറി താമസിക്കുന്നതാണ് ആ കുട്ടിക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ സുഭാഷിനങ്ങ് സങ്കടം വരും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് എൻ്റെ അനിയന്മാരെയും എൻ്റെ അച്ഛനെയും ഒന്നും വിട്ട് എനിക്ക് വീട് മാറി താമസിക്കാൻ പറ്റത്തില്ല. അങ്ങനൊരു തീരുമാനം അവർക്കുണ്ടെങ്കിൽ അവർ മറ്റു ആലോചന നോക്കട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞതാണ്, വീട് മാറി ഒരു കല്യാണ ആലോചന എനിക്ക് താല്പര്യമില്ലെന്ന്. നിങ്ങളെന്നാലും എന്നിൽ നിന്ന് ഇങ്ങനൊരു കള്ളത്തരം മറച്ചു വെക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ ഒട്ടും ഇത് പ്രതീക്ഷിച്ചില്ല. മുമ്പേ ഇത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തായേനെന്നൊക്കെ പറയും. സുഭാഷിന് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. ഇത് കേൾക്കുന്ന നികേഷ് ഓടി വന്ന് സുഭാഷിനെ നെഞ്ചത്ത് കെട്ടിപ്പിടിച്ചാൽ കരയുവാണ്. അപ്പോൾ ഇതായിരുന്നു നീ 2 ദിവസം കൊണ്ട് നിൻ്റെ മുഖം മങ്ങിയിരുന്നതില്ലേ? ഇല്ല സുഭാഷ് ചേട്ടാ, എനിക്ക് സുഭാഷ് ചേട്ടനെ പിരിയാനാവത്തില്ല. പിന്നെ സുഭാഷ് ചേട്ടനൊരു ജീവിതം ഉണ്ടാവുമല്ലോ, അതിനുവേണ്ടി മാത്രമാണ് ഞാനത് മറച്ചു വെച്ചത് എന്നൊക്കെ പറഞ്ഞ് നികേഷൻ കരയാണ്. ഇല്ല മോനെ, ഞാൻ നിങ്ങളെ വിട്ട് ഒരിക്കലും പോകത്തില്ല. നമ്മുടെ കുടുംബമായിട്ടും നമ്മളുമായിട്ട് ഇണങ്ങി ചേരാൻ പറ്റുന്നൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് വിവാഹം ആലോചിച്ചാൽ മതി എന്നൊക്കെ പറയും. കേൾക്കുന്ന നിധിക്കും സങ്കടം. നിധി പറഞ്ഞു, സോറി സുഭാഷ് ചേട്ടാ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സുഭാഷ് ചേട്ടൻ ഒരു ജീവിതം കിട്ടുമെന്ന് കരുതിയാണ് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് തീരുമാനം എടുത്തത്. എന്നാലും ഇത് വേണ്ടായിരുന്നു മോളെ, നിങ്ങൾക്ക് എന്നോട് ഇത് പറയാമായിരുന്നു എന്നൊക്കെ സുഭാഷ് ഒരു വിഷമ രീതിയിൽ പറയും. സുഭാഷ് അകത്തോട്ട് കയറിപ്പോകും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും വിഷമമാവും. അതിനുശേഷം സുഭാഷിനെ കാണത്തില്ല രാവിലെ. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് സുഭാഷ് ചേട്ടൻ എവിടെ നിധി ചോദിക്കും. സുഭാഷ് ചേട്ടനെ കണ്ടില്ലല്ലോ രാവിലെ, സാധാരണ കിച്ചണിൽ കാണുന്നില്ലയോ എന്ന് പറയും. അങ്ങനെ സുഭാഷിനെ അന്വേഷിച്ച് പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഇടവഴി കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് മുകളിൽ നിന്നൊരു ഓട് വന്ന് നിധിയുടെ തലയ്ക്ക് വീഴാൻ പോകുന്ന ആ സെക്കൻഡിൽ തന്നെ അതങ്ങ് തട്ടി മാറുകയാണ്. പെട്ടെന്ന് നിധി അങ്ങ് പേടിച്ചു. ഈ ഓടിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് എല്ലാവരും ഓടി വരും. എന്തോ പറ്റി നിധി? അയ്യോ, ഓട് വീണതോ? എന്തായാലും തലയിൽ വീഴഞ്ഞ കാര്യമായി. നിധി പറയേ, ഭാഗ്യമായി എന്തായാലും. അപ്പോൾ സുഭാഷിക്ക് എന്തോ പറ്റും മോളെ? അത് സുഭാഷ് ചേട്ടാ, ഈ ഓട് വീഴാൻ പോയതാന്ന് പറയും. അച്ഛക്ക് സുഭാഷ് ചേട്ടൻ ഞങ്ങളോട് ദേഷ്യമുണ്ടോ? എനിക്കെന്തിനാ ദേഷ്യം? സുഭാഷ് ചേട്ടൻ ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറയും. ഇനി അതൊന്നും പറയേണ്ട, അതെല്ലാം കഴിഞ്ഞ കാര്യമില്ലെന്ന് പറയും. എന്തായാലും ഓട് തലയിൽ വീഴാഞ്ഞ കാര്യമായെന്ന് പറയും. ഇത് എത്ര വർഷം പഴക്കമുള്ള വീടാ? സുഭാഷ് ചേട്ടനൊരു മേശരിയല്ലേ, സുഭാഷ് ചേട്ടൻ ഈ ഓടൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായോ? അത് മോളെ കേസിൽ കിടക്കുന്ന വീടാണ്, നമുക്കതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കേസിൽ കിടക്കുന്ന വീടോ? ഇത് നിങ്ങളുടെ അച്ഛൻ്റെ വീടാണെന്നല്ലേ പറഞ്ഞത്? അച്ഛൻ്റെ വീട് തന്നെ, പക്ഷേ ഇത് കേസിൽ കിടക്കുമെന്നാ വല്യച്ഛനും അമ്മായിയൊക്കെ പറയുന്നതെന്ന് പറയും. അവരങ്ങനെ പറഞ്ഞാൽ വെച്ച് കേസിൽ കിടക്കുകയാണ്. ഈ വീടിനും വസ്തുവിനും പ്രമാണമൊന്നുമില്ലേ? പ്രമാണമൊക്കെ അച്ഛനെ അറിയത്തോളം നോക്കും. ഉടനെ അച്ഛൻ ചോദിക്കും, അച്ഛാ, അച്ഛൻ്റെ പേരിലുള്ള വീടല്ലേ ഇത്? എൻ്റെ പേരിലുള്ള വീടല്ല, എൻ്റെ അച്ഛൻ്റെ വീടായിരുന്നു. ഭാഗം വെക്കുന്ന സമയത്ത് എനിക്ക് തരാമെന്ന് അച്ഛൻ വാക്കാൽ പറഞ്ഞതാ. നിയമപ്രകാരം എനിക്ക് തന്നെ അവകാശപ്പെട്ട വീടാണെന്ന് പറയും. അത് എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടില്ലെന്നേ ഉള്ളെന്ന്. അപ്പോൾ അതിൻ്റെ പ്രമാണം കാണത്തില്ലയോ? ആ പ്രമാണം എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പ്രമാണം ഉണ്ടെന്ന് പറയും. അത് ചോദിക്കും, ഞങ്ങൾ പലതവണ ഈ വീട് സുഭാഷ് ചേട്ടന് മുമ്പ് കവിതയുടെ ആലോചന വന്ന സമയത്ത് ഞങ്ങൾ വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാം, വൃത്തിയാക്കാം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ സമയത്താണ് വല്യച്ഛനും അമ്മായും കൂടി കയറി വന്ന് പ്രശ്നങ്ങളുണ്ടാക്കിയത്. അതിനുശേഷം ഞങ്ങൾ പിന്നെ ഒന്നും നിന്നിട്ടില്ല. അവർ കോടതി കേസൊക്കെ ആയി പിന്നെ പ്രശ്നങ്ങളൊക്കെ ആവത്തില്ല. കേസിൽ കിടക്കുന്ന വീടാ, ഒന്നും ചെയ്യരുതെന്ന് അവർ പലതവണ വന്ന് പറഞ്ഞിട്ടുണ്ട്. കേസിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് അമ്മായിയും വലിയച്ഛനും പറഞ്ഞിട്ടുണ്ടെന്ന് സുധീഷ് പറയും. അയ്യോ കഷ്ടം, അവർ പറയുന്ന കേട്ടോണ്ടാണോ നിങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങൾ കേസിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. അവർ പറയുന്നു കേസിൽ കിടക്കുന്ന വീടാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അല്ലാതെ ഈ വസ്തുവിൻ്റെ വീടിൻ്റെ പേര് കേസുണ്ടോ, കേസ് നടക്കുന്നുണ്ടോ ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ ആരും ഒട്ടും ഒന്നും അന്വേഷിച്ചിട്ടുമില്ല.
അല്ല അത് പിന്നെ അവരങ്ങനെ പറയുമ്പം ചോദിക്കും, അതൊക്കെ അച്ഛനെ അറിയത്തുള്ളൂ എന്ന് പറയും. അച്ഛന് വസ്തുവിൻ്റെ പ്രമാണം എവിടെയാണെന്നുള്ള അച്ഛന് അറിയത്തില്ല. പിന്നെയല്ലേ കേസിൻ്റെ കാര്യം ചോദിക്കുന്നത്. നിങ്ങൾ ആദ്യം ഒരു വക്കീലിനെ കണ്ട് കേസ് എന്തെങ്കിലും വീടിൻ്റെ പേരിലുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറയും. അപ്പോൾ ഹരീഷ് പറയാം, ശരി ഏട്ടത്തി, ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറയും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ടുകൊണ്ട് അതങ്ങ് തീരുമാനിക്കും. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ട മുതൽ തന്നെയല്ലേ ഇത്, പ്രമാണം എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാമെന്ന് പറയും. അതിനുശേഷം നിധി അങ്ങ് അകത്തോട്ട് കയറിപ്പോവും. ശേഷം രാവിലെ സുഭാഷ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നിധി പറയും, മോളെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറയും. അങ്ങനെ നിധി ദോശയൊക്കെ എടുത്ത് കഴിക്കും. ഉടനെ സുധീഷ് അങ്ങോട്ട് വരും. സുധീഷ് ചോദിക്കും, എന്ത് സുഭാഷേട്ടാ കഴിക്കാൻ? ഇന്ന് ദോശയാണെന്ന് പറയും. ദോശയോ? എന്നും ദോശയുള്ളൂ, വെറൈറ്റി ആയിട്ട് ഒന്നും ഉണ്ടാക്കത്തില്ല, നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞ സുധീഷ്, ഞാൻ ഉണ്ടാക്കി തരാം. ആ ശരി, ഒരു കാര്യം ചെയ്യും, സുഭാഷേട്ടൻ ഒരു കാര്യം ചെയ്യും, അവർ പറയുന്ന അത്ര ഉണ്ടാക്കി കൊടുക്കാൻ പറയും. സുഭാഷേട്ടൻ ഇവരെല്ലാം ഇങ്ങനെ വഷളാക്കി വെക്കുന്നതെന്ന് പറയും. അല്ല, അവർക്ക് ഇഷ്ടമുള്ളത് എന്തോ വെച്ചാൽ കഴിക്കാൻ, ചിലപ്പോൾ ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമുള്ളവരുണ്ടായി കഴിക്കട്ടെ എന്ന് പറയും. അപ്പോഴത്തേക്ക് സുധീഷ് പറയും, ഓ ഞാനെന്തെങ്കിലും പറഞ്ഞാൽ വലിയ പ്രശ്നമാവത്തില്ലേ എന്ന് പറയും. ആ എന്തായാലും പെട്ടെന്ന് കഴിക്കുക, നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറയും. ഉടനെ നിധി എവിടെ പോകാൻ? ഒരു സർപ്രൈസാ. എന്ത് സർപ്രൈസ്? ഒരു സർപ്രൈസ് ഉണ്ടെന്നല്ലേ മോളെ അവൻ പറഞ്ഞത്, മോൾ അവൻ്റെ പോയിട്ട് വാ എന്ന് പറയും. വെറുതെ സുഭാഷ് ചേട്ടാ, എന്തെങ്കിലും ഭൂലോക കള്ളം പറയാൻ വേണ്ടിയായിരിക്കും വിളിച്ചുകൊണ്ട് പോകുന്നത്. ചോദിക്കുക, പിന്നെ എനിക്കങ്ങനെ ഒരുപാട് കള്ളമൊന്നും പറഞ്ഞ കാര്യം, ഇത് തന്നെ ബാധിക്കുന്നൊരു കാര്യമാണ്. എന്നെ ബാധിക്കുന്ന കാര്യം. താൻ കഴിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറയും. ഞാനങ്ങും വരുന്നില്ല. ഞാൻ പറയും, ഒന്ന് ഒന്ന് പാടോ, ഞാൻ സത്യമല്ലേ പറഞ്ഞത്, തനിക്ക് തന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കും. സുഭാഷേട്ടൻ പറയും, ഒന്ന് പോയിട്ട് വാ നിധി, അവനെന്തായാലും എന്തെങ്കിലും ആവശ്യം ഉണ്ടോണ്ടായിരിക്കുമല്ലോ നിധിയെ വിളിക്കുന്നത്, നിധിയെ ബാധിക്കുന്ന കാര്യമാണെന്നും പറഞ്ഞ് ഞാൻ ഒരുപാടൊന്നും കാല് പിടിക്കാനും വരുന്നില്ല, തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറയും. അപ്പോഴത്തേക്ക് നിധി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനൊക്കെ റെഡിയാവും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കാറിലിങ്ങനെ വരികയാണ്. കാറിൽ വരുന്ന സമയത്ത് നേരെ കൊണ്ടു ചെന്ന് നിർത്തുന്നത് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലാണ്. ഇതെന്താ ഇവിടെ? അതൊക്കെയുണ്ട് പറയാമെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നിതീഷിന് പരിചയമുള്ള ഒരു മാമാണ് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ആ മാഡത്തിൻ്റെ അടുത്ത് മുമ്പ് സുധീഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൻ്റെ വൈഫിൻ്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ നഷ്ടപ്പെട്ടെന്നും അവൻ വൈഫായിട്ടുള്ളത് ലവ് മാരേജ് ആയിരുന്നെന്നും വീട്ടുകാരുടെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. അതിനുശേഷം നിധിയെ വീട്ടിലോട്ട് വിളിച്ചായിരുന്നു. ആ സമയത്ത് തന്നെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാണ് അവർ വിളിച്ചത്. ആ സമയത്ത് നിധി സ്വന്തം സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അത് കൊടുക്കാൻ അവർ തയ്യാറായില്ല. അവർ അത് കത്തിച്ച് കളഞ്ഞു. അത് റീഅപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് കോളേജിൽ വന്ന് ഇതിലെ ബ്രദർ പ്രശ്നങ്ങളുണ്ടാക്കിയത്. അങ്ങനെ അച്ഛന് കുത്തേറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാഡമാണ് നിധിയും കൂട്ടിക്കൊണ്ട് യൂണിവേഴ്സിറ്റിയിലോട്ട് കൊണ്ടുചെല്ലാൻ പറഞ്ഞത്. അങ്ങനെ ഇവരെ കാണുന്നതും മാഡം ചോദിക്കും, വരുമെന്ന് പറഞ്ഞാൽ സംസാരിക്കും. താൻ ഗോൾഡ് മെഡൽ വിന്നറാണെന്നില്ലേ എന്നൊക്കെ സംസാരിക്കും. കാര്യങ്ങളെല്ലാം സുധീഷ് എന്നോട് പറഞ്ഞായിരുന്നു. ഇപ്പം കോളേജ് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 6 മാസമല്ലേ ആവത്തുള്ളൂ. അതേ മാഡം, പെട്ടെന്ന് തന്നെയാണ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടത്, എനിക്കത് റീഅപ്ലൈ ചെയ്യാൻ പറ്റും, പിന്നെന്താ ഫൈനോട്ട് അത് നമുക്ക് പറഞ്ഞാൽ ശരിയാക്കാമെന്ന് പറയും. അങ്ങനെ ഒരു ഫോമും ഫില്ല് ചെയ്യാൻ കൊടുക്കും. ഈ ഫോമൊന്ന് ഫില്ല് ചെയ്ത് തരണം, പിന്നെ ഒരു പേപ്പറിലും സൈൻ ചെയ്ത് തരണം, ഒരു 1-2 മാസത്തിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് റെഡിയാക്കി എടുക്കാമെന്ന് പറയും. അങ്ങനെ ആ മാഡം അങ്ങോട്ട് പോകുമ്പോൾ സുധീഷ് പറയും, ഉള്ളതാണ് സുധീഷ്, സർട്ടിഫിക്കറ്റ് കിട്ടുമോ? പിന്നെ നടക്കുന്ന കാര്യമുണ്ടല്ലേ സുധീഷ് തന്നെ കൊണ്ടുവന്നതെന്ന് പറയും. അങ്ങനെ നിധിയെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് മാമിനെ കൊടുക്കും. അങ്ങനെ പറയും, കാര്യങ്ങളൊക്കെ സുധീഷ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും വിഷമിക്കേണ്ട, സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടിക്ക് തുടർന്ന് പഠിക്കാം, ജോലിക്ക് ശ്രമിക്കാം എന്നൊക്കെ സംസാരിക്കും. അങ്ങനെ ഒരു ഫോം കൊണ്ടുവരും. അങ്ങനെ ആ ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കും. കൊടുത്തതിന് ശേഷം താൻ കാറിലോട്ടിരിക്കും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ആ മേഡവുമായിട്ട് സുധീഷ് കുറച്ച് നേരം സംസാരിക്കുന്ന സമയത്ത് നിധി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അപ്പോൾ സംസാരത്തിന് ശേഷം സുധീഷ് ഇറങ്ങി വരും. ഉടനെ നിധി പറയും, അതേ അധികം അങ്ങ് സംസാരമൊന്നും വേണ്ട ആരോടും. അച്ഛയ്ക്ക് ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. ഇഷ്ടക്കുറവൊന്നുമല്ല, അതേ ആ മാഡം ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രിൻസിപ്പളാണ്, ഇങ്ങനെയാണോ ഒരാളോട് ബിഹേവ് ചെയ്യുന്നത്? അതിന് ഞാനങ്ങനെ മോശമായിട്ടൊന്നും പെരുമാറില്ലല്ലോ, ഷർട്ടൊക്കെ കിടക്കുന്നല്ലേ, ഒരു ഡീസൻ്റ് ആയിട്ടൊക്കെ പെരുമാറണം, ഷർട്ടിൻ്റെ ബട്ടനൊക്കെ നേരെ പിടിച്ചിട്ടൊക്കെ വേണം സംസാരിക്കണം. ഇതൊരുമാതിരി ദാതകൾ സംസാരിക്കുന്ന കണക്ക്. അത് ഞാനും ആ മേഡമായിട്ട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കുന്നതാണ്, അതുകൊണ്ടാണ്, അത്ര ബലം പിടിച്ചൊന്നും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. അതിനുശേഷം സർട്ടിഫിക്കറ്റൊക്കെ രണ്ടുപേരും കൂടി കാറിനകത്ത് കയറി തിരിച്ച് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അതിനുശേഷം ഞാൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമൊക്കെ ശരിയാക്കി തന്നിട്ട് എനിക്ക് ചിലവൊന്നും ചെയ്യുന്നില്ലെന്ന് ചോദിക്കും. കാർ ഇവിടെ നിർത്താൻ പറയും. അങ്ങനെ അവരൊരു ബേക്കറിയുടെ മുമ്പിൽ കാർ നിർത്തും. നിധി ഓടിപ്പോയി അവിടെ നിന്ന് 2 ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ട് വരും. ഇവിടുന്ന് ഒരെണ്ണം ഒരു പോപ്കോൺ എടുത്ത് സുധീഷിന് കൊടുക്കും. ഇതെന്താ ഐസ്ക്രീമോ? ഇതാണോ ചിലവ് ഇത്രയും വലിയൊരു കാര്യം ചെയ്ത് തന്നിട്ട്? തൽക്കാലം ഒന്നും ശരിയായില്ലല്ലോ, ശരിയാവുന്നതിന് മുമ്പ് ഈ തൽക്കാലം ഐസ്ക്രീം മേടിക്കട്ടെ, ശരിയായതിന് ശേഷം ഞാൻ ശരിക്കുള്ള സമ്മാനം തരാമെന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ
ഐസ്ക്രീമൊക്കെ കുടിച്ച് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.